These are 5 sentences that you must know. നിങ്ങളിപ്പോൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഈ 5 ഫ്രേസസ് നാച്ചുറൽ ഇംഗ്ലീഷിൽ പറയാൻ അറിയണം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. എനിക്ക് ഷാപ്പാട് മതിയായി. പറഞ്ഞ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? എനിക്ക് ഷാപ്പാട് മതിയായി. ഇംഗ്ലീഷ് എന്താ? Enough for me എന്ന് പറയാം. അതിൻ്റെ നാച്ചുറൽ വേർഷൻ എന്താണെന്നറിയോ? I'm full. I'm full. I'm full. I am full എന്ന് പറയരുത്. I'm full. I'm full. അടുത്തത് പുറത്തു പോയി കഴിക്കാം. Shall we go outside? Shall we go outside ന് പകരം let's eat out. Let's eat out. ഇത് let's eat out എന്ന് പെറുക്കി പെറുക്കി പറയരുത്. അതിന് പകരം ഇങ്ങനെ പറഞ്ഞു നോക്ക്. eat out ഒരുമിച്ച്. eat out. eat out. Let's eat out. Let's eat out. Let's eat out. Okay, okay? അടുത്തത് ഇതിന് എന്ത് രുചിയാ? Oh, it's so good. Okay, it's so good അല്ല. This tastes amazing. അല്ലെങ്കിൽ it's delicious. This tastes amazing. ഈ amazingൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്? Amazing. Amazing അല്ല. When A occurs in the beginning of a word, you have to pronounce it as a. Amazing. Amazing. എന്ന് പറഞ്ഞേ. Amazing. Amazing. So this tastes amazing. This tastes amazing. Amazing. Great. അടുത്തത് കുറച്ച് ഉപ്പ് കൂടിയ പോലെ എനിക്ക് തോന്നിയത്. I think salt is more. I think salt is more ന് പകരം too salty for me. Too salty for me. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്നത് too salty for me എന്നല്ല. for എപ്പോഴും കണക്റ്റഡ് സ്പീച്ചിൽ ഫ ആയിട്ട് മാറും. അപ്പം നിങ്ങൾക്ക് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് for എന്ന് പറയേയില്ല, എപ്പോഴും അത് ഫ ആയിട്ട് മാറും. അപ്പോൾ too salty for me. Too salty for me. Too salty for me. See, for me. for എന്നായി മാറും. Too salty for me. അടുത്തത് ഒന്ന് കഴിച്ചു നോക്ക്. Just try. You're close. Try a bite. Try a bite. ഇംഗ്ലീഷ് ഇങ്ങനെ ട്രാൻസ്ലേഷനൊക്കെ പഠിക്കുമ്പോഴേ കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ പഠിക്കണം. ഒരിക്കലും നേറ്റീവ് സ്പീക്കേഴ്സ് ട്രൈ എ ബൈറ്റ് എന്ന് പറയേയില്ല. പകരം അവർ പറയുന്നത് ട്രൈ ബൈറ്റ്. ട്രൈ എ ബൈറ്റ്. എന്താണ് അതിൻ്റെ സീക്രട്ട്? ട്രൈ എ എന്നുള്ളത് when a vowel sound comes after a vowel sound, it becomes yeah. Try a. Try bite. Try bite. Try bite. Happy learning.